അബ്രഹാം ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വവും ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇന്ന് പകൽ വിശ്വാസത്തിൽ ക്ഷീണിക്കരുത്. നിങ്ങളുടെ സാഹചര്യം അത് എത്ര പ്രതികൂലമായിരുന്നാലും നിങ്ങൾ അബ്രഹാമിനെ പോലെ വിശ്വാസത്തിൽ ശക്തിപ്പെടണം. അബ്രഹാമിന് ഇപ്പോൾ 100 വയസ്സായിരിക്കുന്നു. ഈ തിരുവചനം നമ്മോട് വിളിച്ചറിയിക്കുന്നത് 100 വയസ്സുള്ള അബ്രഹാം തൻ്റെ ശരീരത്തിൽ നിർജീവത്വം അനുഭവിക്കുന്നവനാണ്. വാഗ്ദത്തത്തിൻ്റെ നിവർത്തി കാണുന്നതിൽ തൻ്റെ ശരീരത്തിന് ഒരു പങ്കുണ്ട്. എന്നാൽ ഒരിക്കലും ആ വാഗ്ദത്തം പുറത്തു വരികയില്ല എന്ന് വാദിക്കത്തക്കവണ്ണം ശക്തമായ പ്രതികൂലങ്ങളിലൂടെ അബ്രഹാം കടന്നു പോകുമ്പോഴും ആ വാഗ്ദത്തം പുറത്തു വരുന്നതിന് തന്നോടൊപ്പം ചേർന്ന് നിൽക്കേണ്ട തൻ്റെ ഭാര്യയുടെ സാറയുടെ ഗർഭപാത്രവും നിർജീവമായിരിക്കുന്നു എന്നും ഗ്രഹിച്ചിട്ടും അത് നന്നായി അറിഞ്ഞിട്ടും അബ്രഹാം വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. പ്രിയപ്പെട്ടവരെ, മുൻപിലുള്ള സാഹചര്യങ്ങൾ പ്രതികൂലമായിരിക്കുമ്പോൾ നിർജീവമായ ചില അനുഭവങ്ങൾ ശരീരത്തിൽ തൊട്ടറിയുമ്പോഴും എന്താണ് അബ്രഹാമിനെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്താണ് അബ്രഹാമിനെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ വീണ്ടും അവൻ്റെ അകത്ത് ആശ കൊണ്ടുവരുന്നത് എന്താണ്? തിരുവെഴുത്ത് പറയുന്നു, ദൈവം പ്രവർത്തിക്കുവാൻ ശക്തനെന്ന് അബ്രഹാം ഉറച്ചു. വാഗ്ദത്തം ചെയ്തവൻ അത് നിവർത്തിക്കുവാൻ, അത് പ്രവർത്തിക്കുവാൻ ശക്തനാണ്. എൻ്റെ ശരീരം ബലഹീനമാണ്, എൻ്റെ സാഹചര്യങ്ങൾ പ്രതികൂലമാണ്, പക്ഷേ എൻ്റെ ദൈവം പ്രവർത്തിക്കുവാൻ ശക്തനാണ്. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ അബ്രഹാമിനെ പോലെ നാം വിശ്വാസത്തിൽ ശക്തിപ്പെടണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു ദൈവത്തിന് മഹത്വം കൊടുത്തു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങളുടെ മുൻപിലുള്ള സാഹചര്യം ആ വാഗ്ദത്ത നിവർത്തിക്ക് ഒരിക്കൽ പോലും അനുകൂലമല്ലെന്ന് നിങ്ങളുടെ ബുദ്ധിമണ്ഡലം നിങ്ങളോട് വാദിച്ചാലും ഇന്ന് പകൽ നിങ്ങൾ വിശ്വസിക്കണം. എൻ്റെ ദൈവം ശക്തനാണ്, എൻ്റെ ദൈവം പ്രവർത്തിക്കും, അവൻ തക്ക സമയത്ത് പ്രവർത്തിക്കും. അവൻ വെച്ചിരിക്കുന്ന അവധിക്ക് തന്നെ ആ നന്മ ഞാൻ കാണും. എൻ്റെ ദൈവത്തിന് സമയമുണ്ട്, എൻ്റെ ദൈവത്തിന് വിചാരമുണ്ട്. എൻ്റെ ദൈവം എന്നെ ഓർക്കും, എൻ്റെ ദൈവം എന്നെ സഹായിക്കും. അതേ, 100ാമത്തെ വയസ്സിലും അബ്രഹാം വിശ്വാസത്തിലാണ്. പ്രിയപ്പെട്ടവർ, ഇന്ന് പകൽ നാം നമ്മെ ഒന്ന് പരിശോധിക്കണം. നാം വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ? ദൈവം പറഞ്ഞതിൽ നാം ഉറച്ചു നിൽക്കുന്നുവോ? കാര്യങ്ങൾ മാറി മറയാൻ പോവുകയാണ്. ദൈവം വിശ്വസ്തനാണ്, ദൈവം പ്രവർത്തിക്കുന്നവനാണ്. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. നിങ്ങൾ വിശ്വസിക്ക്. ദൈവം വാക്കു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിക്കുവാൻ അവൻ ശക്തനാണ്. അടുത്ത നിമിഷങ്ങളിൽ അത് സംഭവിക്കാൻ പോവുകയാണ്. വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.